ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചതുർഭുജങ്ങൾ എന്ന അധ്യായത്തിൽ മധ്യബിന്ദു സിദ്ധാന്തം പഠിച്ചു അല്ലെ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലം ചെയ്തു. ഇതാണ് ദിവസം. ചിത്രത്തിൽ ത്രികോണം ABC സമഭുജ ത്രികോണമാണ്. D, E, F എന്നിവ ഈ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. എങ്കിൽ DEF എന്ന ത്രികോണവും സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കും. വലിയ ത്രികോണം ABC സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാല് എല്ലാ വശങ്ങളും തുല്യം, എല്ലാ കോണങ്ങളും തുല്യം അല്ലെ. ഈ ഡിയും ഇയും എഫും ഈ വശത്തിന്റെയും ഈ വശത്തിന്റെയും മധ്യബിന്ദുക്കളാണ്. ആ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ടുള്ള DEF എന്ന ത്രികോണം അതും സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഈ വലുത് സമഭുജമാണ്, തെളിയിക്കേണ്ടത് ചെറുത് സമഭുജമാണ് എന്നാണ്. ഓക്കെ, ഒരു ത്രികോണം എപ്പോഴാ സമഭുജാവുക? 3 വശങ്ങൾ തുല്യാവും, അല്ലെങ്കിൽ 3 കോണുകൾ അല്ലെ. വശങ്ങൾ തുല്യ, കോണുകൾ തുല്യാവും. അപ്പൊ നമുക്ക് ഇതിന്റെ 3 വശങ്ങളും തുല്യമാണെന്ന് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ 3 കോണുകളും തുല്യമെന്ന് കിട്ടിയാൽ മതി. നമുക്ക് അറിയുന്ന കാര്യം വലുത് സമഭുജ ത്രികോണമാണ്. ത്രികോണം ABC സമഭുജ ത്രികോണമാണ്. ത്രികോണം ABC എന്താണ്? സമഭുജം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഈ 3 വശങ്ങളും സമം. AB സമം BC സമം AC അല്ലെ. ABയും BCയും ACയും ഒക്കെ സമമാണ്. ABയുടെ മധ്യബിന്ദുവാണ് D അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സമല്ലേ? ഇത് രണ്ടും സമം. AD സമം DB. BCയുടെ മധ്യബിന്ദുവാണ് E അല്ലെ. അതുകൊണ്ട് BE തന്നെയായിരിക്കും EC. ACയുടെ മധ്യബിന്ദുവാണ് ഏത്? F. അതുകൊണ്ട് AF സമം FC ആയിരിക്കും. ശരിയല്ലേ? നമുക്ക് തെളിയിക്കേണ്ടത് ഇത് സമഭുജ ത്രികോണമാണ് എന്ന് പറഞ്ഞാൽ ഈ 3 വശം തുല്യം കിട്ടണം. DE സമം EF സമം FD എന്ന് കിട്ടണം. അത് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയത് ഏതാ? AB സമം BC സമം AC. വലിയതിന്റെ 3 വശങ്ങൾ തുല്യമെന്ന് നമുക്ക് അറിയാം, ചെറുതിന്റെ 3 വശങ്ങൾ തുല്യമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും സമമാണ്. ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 5 തന്നെ. അവരതൊക്കെ 5 തന്നെ വരും അല്ലെ. ഓക്കെ, ഇത് രണ്ടും സമമാണ്. ഇത് രണ്ടും 5 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ഇതും 5 ഇതും 5. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇരട്ടിയല്ലേ ഇതുണ്ടാവും? ഇത് 5 ആണെങ്കിൽ ഇതും 5 അല്ലേ. ഇത് 5 ആകുമ്പോൾ ഇത് മൊത്തത്തിൽ വരും 10. ഇതിന്റെ ഇരട്ടിയാണ് ഏത്? ഇതുണ്ടാവുക. അതുപോലെ ഇതിന്റെ ഇരട്ടിയാണ് ഇത്, ഇതിന്റെ ഇരട്ടിയാണ് ഇതുണ്ടാവും അല്ലെ. ഓക്കെ, നമുക്ക് മധ്യബിന്ദു സിദ്ധാന്തം എന്താ? ഏത് ത്രികോണമാണെങ്കിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന രേഖ മൂന്നാമത്തതിന് സമാന്തരമായിരിക്കും, മാത്രമല്ല മൂന്നാമത്തിന്റെ പകുതിയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന്റെ മധ്യബിന്ദുവാണ് ഇത്, ആ വശത്തിന്റെ മധ്യബിന്ദുവാണ് അത്. ഈ രണ്ടും ഇത് മധ്യബിന്ദു കൊണ്ടുമാണ് തൽക്കാലം. ഇത് രണ്ടും മധ്യബിന്ദുക്കളല്ലേ. ഡിയും എഫും മധ്യബിന്ദു അല്ലേ. അതുകൊണ്ട് DF എന്ന വര ഏതിന് സമാന്തരാണ്? BCക്ക് സമാന്തരാണ്. മാത്രല്ല BCയുടെ പകുതിയായിരിക്കും DF. DF സമം അര BC, അല്ലെങ്കിൽ BC സമം 2 DF. ഇതിന്റെ പകുതിയാണ് ഇത്, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും അല്ലെ. ശരിയല്ലേ? നമുക്കറിയാം ഇത് 3 സമമാണ്. BCയുടെ മധ്യബിന്ദുവാണ് E, ABയുടെ മധ്യബിന്ദുവാണ് D. ഇത് രണ്ടും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് മൂന്നാമത്തിന് സമാന്തരം, അതിന്റെ പകുതിയായിരിക്കും. ശരിയല്ലേ? ഡിയും ഇയും F, D, F എന്നിവ മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് DF എന്ന വര ഏതിന് സമാന്തരാണ്? BCക്ക് സമാന്തരം. രണ്ടും മധ്യബിന്ദുവാണ്. അപ്പൊ DF എന്ന വര അടുത്ത BCക്ക് സമാന്തരാണ് അല്ലെ. DF എന്ന വര ഈ വരക്ക് സമാന്തരം. മാത്രല്ല ഇതിന്റെ പകുതിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി. ഇതിനെ 2 കൊണ്ട് ഗുണിച്ചത് കിട്ടും, ഇരട്ടി അല്ലെ.
ഡി എഫിനെ രണ്ടോട് ഗുണിച്ചാൽ എന്താകും ബി സിയോ, അതാ നമുക്ക് വേണം. അപ്പൊ ബി സി സമം കിട്ടും ഡി എഫിനെ രണ്ടോട് ഗുണിക്കുക, 2 DF കിട്ടും. ഓക്കെ, നമുക്ക് ആവശ്യം ബി സി സമം ഇതിന്റെ ഇരട്ടി. ഇനി അതുപോലെ ഇത് കണ്ടു ഏതൊക്കെ ഡിയും ഇയും, ഡി കോമ ഇ എന്നിവ എന്താ മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് ഡിഇ എന്ന വര സമാന്തരമാണ് ആർക്ക്? അതുകൊണ്ട് ഡിഇ സമാന്തരമാണ് ആർക്ക്? എ സി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇരട്ടിയല്ലേ അത്? അതിന്റെ പകുതിയാണ്. നമുക്ക് തിരിച്ചെടുക്കാം. ഡിഇയുടെ ഇരട്ടിയാണ് എ സി. എ സി സമം 2 ഇൻറ്റു ഡി അല്ലെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഇതുണ്ട് ഏതൊക്കെ ഇയും എഫും. ഇ കോമ എഫ് എന്നിവ മധ്യബിന്ദുക്കളാണ്. യോജിപ്പിച്ചിരിക്കുന്ന വര ഇ എഫ് എന്ന വര, ഇ എഫ് എന്ന വര സമാന്തരമായിരിക്കും ആർക്ക്? എ ബിക്ക്. മാത്രല്ല എ ബിയുടെ പകുതിയെ ഡി എഫ് ഉണ്ടാവുള്ളൂ, ഇ എഫ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇ എഫ് സമം അര എ ബി, അല്ലെങ്കിൽ എ ബി സമം 2 ഇ എഫ് അല്ലെ. അതുപോലെ എ ബി സമം 2 ഇൻറ്റു ഇ എഫ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യം. ബി സി സമ 2 ഡി എഫ്, എ സി സമ 2 ഡിഇ, എ ബി സമ 2 ഇ എഫ്. ഓക്കെ, നമുക്ക് തെളിയിക്കേണ്ടതാ ഈ 3 വശങ്ങൾ, ഈ ത്രികോണം സമഭുജമാണ്. ഇത് 3 തുല്യമാണെന്ന് തെളിയിക്കാം. വളരെ സംബന്ധിച്ചുള്ളൂ. ഇത് 3 സമമാണ്. നമുക്കറിയാം ഈ 3 വശങ്ങൾ സമല്ലേ. എ ബി സമം ബി സി സമം എ സി അല്ലേ. എ ബി തന്നെയാണ് ബി സി, അത് തന്നെയാണ് എ സി. എ ബി സമം ബി സി സമം എ സി. ഇതാണ് എ ബി ബി സി എ സി. ഇതും ഇതും സമാനത എന്ന് പറഞ്ഞാൽ ഇതും സമാണ്. എ ബിക്ക് പകരം കൊടുക്കാം. എ ബിക്ക് പകരം 2 ഇൻറ്റു ഇതിന് പകരം തരും ഈ സമം. ബി സിക്ക് പകരം 2 ഇൻറ്റു ഡി എഫ് സമം എ സിക്ക് പകരം 2 ഇൻറ്റു ഡി. ഓക്കെ, ഇതും സമം. അപ്പൊ ഇതും സമം. ഓക്കെ, ഇത് സമം ഇത് സമം. ഇനി 2 എല്ലാത്തിനും 2 അല്ലേ, കോമായിട്ട് വെട്ടിക്കളയും. ബാക്കി എന്താ? ഇ എഫ് സമം ഡി എഫ് സമം ഡിഇ. ഇ എഫ് സമം ഡി എഫ് സമം ഡി. ഇതും സമാണെന്ന് കിട്ടി. അപ്പൊ ഈ ത്രികോണത്തിന്റെ 3 വശങ്ങൾ തുല്യാന്നല്ലേ അർത്ഥം. അതുകൊണ്ട് ത്രികോണം ഡി ഇ എഫ് എന്താണ്? സമഭുജ ത്രികോണമാണ്. ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇനി എളുപ്പ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്താൽ പറ്റും. നേരത്തെ സമഭുജ ത്രികോണം എന്നിട്ട് സമഭുജ ത്രികോണം തെളിയിച്ചു അല്ലെ. ത്രികോണം എ ബി സി സമപാർശ്വ ത്രികോണമാണ്. 2 വശം തുല്യ ത്രികോണമാണ് സമപാർശ്വം അല്ലെ. അപ്പൊ 2 വശം തുല്യ ഉണ്ടാവില്ലേ? ഏതൊക്കെ 2 വശം? എ ബി തന്നെയാണ് എ സി. ഈ വശവും ഒരേ വലിപ്പമാണ്. അപ്പൊ ഇത് സമപാർശ്വ ത്രികോണം. എമ്മും എന്നും മധ്യബിന്ദുക്കളാണ് വശം കൊണ്ട്. എന്നിട്ട് എം എൻ വരച്ചു. ഈ എം എൻ മധ്യബിന്ദു എന്താ? എം എൻ മധ്യബിന്ദു ആണെങ്കിൽ ബി സിക്ക് എന്താവും? സമാന്തരം അല്ലെ. 2 സമാന്തരം. തെളിയിക്കേണ്ടത് എ എം എൻ എന്ന ഈ ത്രികോണല്ലേ, അതും സമപാർശ്വമാണെന്ന് തെളിയിക്കണം. തന്നിരിക്കുന്നത് എ ബി സി സമപാർശ്വമാണ്, എ എം എൻ സമപാർശ്വം എന്ന് തെളിയിക്കണം. നേരത്തെ പറഞ്ഞത് എ ബി സി സമഭുജ ത്രികോണം എന്നിട്ട് ഡിഇ എഫ് സമഭുജം തെളിയിക്കണം. ഇത് വലുത് സമപാർശ്വം എന്നിട്ടുണ്ട്, എന്നിട്ട് ഈ ചെറുത് സമപാർശ്വം എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം ഇതാണ്, എ ബി സി സമപാർശ്വ ത്രികോണമാണ് എന്ന് അറിയാം. ഇത് രണ്ടും മധ്യബിന്ദുക്കളാണ്. ഇത് രണ്ടും സമാന്തരം നമുക്കറിയാം. തെളിയിക്കേണ്ടത് ഇത് സമപാർശ്വം എന്നാണ്. ഓക്കെ, എ ബി സി സമപാർശ്വ ത്രികോണമായതുകൊണ്ട് എ ബി തന്നെയാണ് എ സി അല്ലെ. എമ്മും എന്നും മധ്യബിന്ദുവാണ്. അപ്പൊ എം എൻ സമാന്തരമാണ് ഇത് ബി സി. എം എൻ ബി സിക്ക് സമാന്തരം. ആ വശത്തിന്റെ മധ്യബിന്ദുവും ഈ വശത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിരിക്കുന്നത് വരാം. ഇതിനും സമാന്തരമായിരിക്കും. ഇതിന്റെ പകുതി നീളമായിരിക്കും. ഇതിന്റെ ഇരട്ടി ഉണ്ടാവും അല്ലെ. അപ്പോ തെളിയിക്കേണ്ടത് ഇതു സമപാർശ്വം എന്നാണ്. ഈ 3 വശങ്ങളിൽ 2 തുല്യത തെളിയിച്ചാൽ മതി. ഓക്കെ, ഇത് എ ബി, ഇത് രണ്ടും ഒരേ വലിപ്പമാണ്. ഇത് നടുവില്ലേ. എ എം സമം എം ബി ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എ എം
ഇരട്ടിയാണ് എ ബി. അല്ല ഇതിന്റെ ഇരട്ടി ബി എമ്മിൽ ഇത് എത്ര പോയാൽ അതിന്റെ ഇരട്ടിയാണ് ഇത് മുഴുവൻ പറയാം അല്ലെ. എ എന്നിന്റെ ഇരട്ടിയാണ് എ സി എന്ന് അല്ലേ. അപ്പോ എ എം നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്തിനു സമമാവും? ഇതിന്റെ ഡബിൾ എടുത്തത് കിട്ടും എ ബി എന്ന് പറയും അല്ലെ. അതെന്താ എന്നും മറിച്ചിരിക്കും. എ എന്നിന്റെ ഇരട്ടിയാണ് എ സി. എ എന്നിനെ 2 കൊണ്ട് ഗുണിക്കുക, അപ്പൊ എന്താവും? എ സി ആവും. ഇത് നമ്മള് നേരത്തെ ഇതുപോലെ തന്നെ ഇവിടെ 2 സമവാക്യം നമുക്കറിയാം. എ ബി തന്നെയാണ് എ സി തന്നിട്ടുണ്ട് അല്ലെ. ഇത് 2 സമാണ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് 2 സമം എന്താ? എ ബി സമം എ സി ആണെന്ന് നമുക്കറിയാം. എ ബിക്ക് പകരം എന്ത് പറയാം? ഇത്രയും പറയാം 2 ഇൻറ്റു എ എം. എ സിക്ക് പകരം 2 ഇൻറ്റു എ എം എന്ന് പറയാം. 2കൾ വെട്ട അതായത് 2 വെട്ടി മാറി ഇവിടെ 2 പ്രാവശ്യം എ എം സമം എന്ത് കിട്ടി? എ എം കിട്ടി. എ എം തന്നെയാണ് എ എം. അതായത് ത്രികോണം എ എം എന്നിന്റെ 2 വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് ത്രികോണം എ എം എന്താണ്? സമപാർശ്വ ത്രികോണമാണ്. റെഡി? ത്രികോണം എ ബി സി. എ ബിയുടെ മധ്യബിന്ദുവാണ് ഡി, എ സിയുടെ മധ്യബിന്ദുവാണ് ഇ. ഡിയും ഈ മധ്യബിന്ദുക്കളാണ്. ഓക്കെ. ബി സി 10 സെന്റിമീറ്റർ നീളമുണ്ടെങ്കിൽ ഡി ഇ എത്രയാണ് ചോദ്യം. മധ്യബിന്ദുക്കളാണ്. ഇത് 10 ആണ്. ഇത് എത്രയാണ് ചോദ്യം. സിമ്പിൾ ആണ്, നമുക്ക് അറിയാം ആൻസർ. ഓക്കെ, എങ്കിൽ നമുക്ക് സ്റ്റെപ്പ് പറയാം. ആൻസർ ഇങ്ങനെ തുടങ്ങും. ഡി കോമ ഇ എന്നിവ മധ്യബിന്ദുക്കളായതിനാൽ ഡി ഇ എന്ന വര ബി സിക്ക് സമാന്തരമായിരിക്കും. മാത്രമല്ല ഇതിന്റെ ഇരട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും. ഏതാ? ബി സിയുടെ പകുതി. ബി സിയെ അരുകൊണ്ട് കുടിച്ചാൽ ബി സിയുടെ പകുതി ആയിരിക്കും എന്തൊരു ഡി ഇ വരിക. ഡി ഇ സമം അര ബി സി. അര ബി സി എന്ന് പറഞ്ഞാൽ അര ഇൻറ്റു ബി സിന്റെ വില എത്ര? 10. അര ഇൻറ്റു 10 എത്ര? 10/2. 10ന്റെ പകുതി എത്ര? 5. ഇത് 10 ആണ്. എത്രയില്ല? അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ആണ്. പുതിയ പുസ്തകമായി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.